ഹായ് എവറിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഗ്ലോബൽ മാർക്കറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗ്ലോബൽ മാർക്കറ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ വരുത്തുന്ന ഇമ്പാക്റ്റുകളും, അതായത് ആ ഇമ്പാക്റ്റുകൾ നമുക്ക് എങ്ങനെ ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുൻപ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഗ്ലോബൽ മാർക്കറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ഈ ലോകത്തുള്ള എല്ലാ മാർക്കറ്റുകളും നോക്കേണ്ട കാര്യമില്ല. വളരെ ചുരുക്കം ഒരു 4-5 മാർക്കറ്റുകൾ എടുത്ത് നോക്കിയാൽ മതിയാവും. ഗ്ലോബൽ മാർക്കറ്റ്സ് കേട്ടോ. ഒരു 4-5 രാജ്യങ്ങളുടെ മാർക്കറ്റുകൾ എടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൽ ഏതൊക്കെ മാർക്കറ്റുകളാണ് എടുത്ത് നോക്കേണ്ടത്. പിന്നെ ഇത് ഓരോന്നായി എടുത്ത് നോക്കുന്നതിലും നല്ലത് നമുക്കൊരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റുകളുടെ അത് മാത്രം എടുത്തിട്ട് സോർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 2 മിനിറ്റിലെ കാര്യമുള്ളൂ. അത് നോക്കിയിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് 2 മിനിറ്റ് വേണ്ട, ഒരൊറ്റ മിനിറ്റ് മതി. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു എന്താ പറയുക, ഒരു സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ സ്വിങ് ചെയ്യുന്നവർ, അതായത് സ്വിങ് അല്ല ഉദ്ദേശിച്ചത്, ഷോർട്ട് ടേം ഉണ്ടല്ലോ, നമ്മൾ പറയാറുള്ളത് പോലത്തെ ഷോർട്ട് ടേം, അതായത് 1 വീക്ക് 2 വീക്ക് 3 വീക്ക് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഷോർട്ട് ടേം ട്രേഡിൽ അങ്ങനത്തെ ട്രേഡ് എടുക്കുന്നവർ, അതുപോലെ ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്നവർക്ക്, ഇവർക്കെല്ലാം ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുൻപ് അന്നത്തെ മാർക്കറ്റിനെ പറ്റിയ ഒരു ഐഡിയ, ആ ഒരു സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് 3 തരം സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ബുള്ളിഷ്, പിന്നെ ഒന്ന് ബെയറിഷ്. ബുള്ളിഷ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് മേലോട്ട്, ബെയറിഷ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് താഴോട്ട്. പിന്നെ ഉള്ളത് സൈഡ് വേസ് അല്ലെങ്കിൽ ന്യൂട്രൽ സെൻറ്റിമെൻറ്റ്സ്. അതായത് മാർക്കറ്റ് മേലോട്ടും ഇല്ല താഴോട്ടും ഇല്ല, ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് പ്രൈസിൽ വേരിയേഷൻസ് ഒന്നും ഇല്ലാതെ. അപ്പം അങ്ങനെയും മാർക്കറ്റ് വരും. അപ്പം നമ്മുടെ മാർക്കറ്റ് എങ്ങനത്തെ ഒരു സെൻറ്റിമെൻറ്റ്സ് കീപ്പ് ചെയ്യാനാണ് സാധ്യത. ഇപ്പം ഞാൻ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത്, നാളെ രാവിലെ തൊട്ട് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ, ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, എനിക്ക് അതിന് മുൻപ് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരൊറ്റ കാര്യമുള്ളൂ: ഗ്ലോബൽ മാർക്കറ്റ്സ് എങ്ങനെ പെരുമാറുമെന്ന് നോക്കുക. ഗ്ലോബൽ മാർക്കറ്റ്സ് പെരുമാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പെരുമാറാനുള്ള ചാൻസ് ഉണ്ട്. ഗ്ലോബൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഡോ ജോൺസ് എന്ന് പറയുമ്പോൾ US മാർക്കറ്റിൻ്റെയാണ്. US മാർക്കറ്റാണ് ന്യൂയോർക്ക് എക്സ്ചേഞ്ച്. അതായത് ഡോ ജോൺസ് എന്ന് പറയുമ്പോൾ ടോപ്പായിട്ടുള്ളത്, US ടോപ്പ് 30 കമ്പനികൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ ഒരു ടോപ്പ് 30 കമ്പനീസിൻ്റെ ആവറേജ് ആണ് നമുക്ക് അതായത് ആവറേജ് പെർഫോമൻസ് ആണ് ആ ഒരു ഇൻഡെക്സ് വഴി നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ആ ഡോ ജോൺസ് എങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ എടുത്ത് പറയുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട അതായത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു മാർക്കറ്റാണ് ഡോ ജോൺസ്, അതായത് US മാർക്കറ്റ്. എല്ലാ മാർക്കറ്റിലും ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിവുള്ളൊരു മാർക്കറ്റാണ് ഈ ഡോ ജോൺസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏഷ്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുത്താൻ കഴിവുള്ള ചൈനീസ് മാർക്കറ്റുകളുണ്ട്. അതായത് ഹോങ്കോങ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ എന്താ പറയുക, യൂറോപ്യൻ വരും, ഓസ്ട്രേലിയ വരും. ഇങ്ങനെയുള്ള വളരെ ചുരുക്കം ഒരു 4-5 മാർക്കറ്റുകളെ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ രാവിലെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുൻപ് ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് IG.com അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡയറക്റ്റ് പോകുന്നത് ഒരു സൈറ്റിൻ്റെ ഉള്ളിലേക്കാണ്. അവിടെ മാർക്കറ്റ് ട്രേഡിങ് എടുക്കുന്ന സമയത്ത് അതിൽ ഇൻഡൈസസ് ഉണ്ടാവും. ഓക്കെ, ആ ഇൻഡൈസസ് എടുത്തിട്ട് കുറച്ചൊന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ള എല്ലാ മാർക്കറ്റുകളും ഒറ്റ സ്ക്രീനിൽ കിട്ടും. നമുക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞ് കിട്ടിയില്ലേ? മെയിനായിട്ടുള്ള മാർക്കറ്റുകളെല്ലാം ഒരൊറ്റ സ്ക്രീനിൽ കിട്ടും. ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഈ വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് US മാർക്കറ്റാണ്, അതായത് ഡോ ജോൺസ് ആണ് വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഹോങ്കോങ് HS50, ഹോങ്കോങ് ടെക്, ഇത് രണ്ടും നമുക്ക് ഹോങ്കോങ് മാർക്കറ്റായിട്ട് പറയാം. ഇത് ടെക്നോളജി സ്റ്റോക്കുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ്, ഏഷ്യയിൽ ഈ ഒരു ഇൻഡെക്സ് എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ടെക് കമ്പനീസ്
അതിൻ്റെ ഷെയർസ് പെരുമാറുന്നത്. അതിൻ്റെ ഷെയർസിൽ വരുന്ന പ്രൈസിലെ ആ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലോ, അത് ഈ ഒരു ഹോങ്കോങ് അതേപോലെ തന്നെ US Tech 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ നെസ്ഡാക്ക് ആണ്. നിങ്ങൾ എന്താ പറയുക, ട്രേഡിംഗ് വ്യൂലൊക്കെ പോയിട്ട് നെസ്ഡാക്ക് നടിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ US Tech 100 എന്ന് പറയുന്നത്. US Tech 100 എന്ന് വെച്ചാൽ നെസ്ഡാക്കാണ്. നെസ്ഡാക്കും അതേപോലെ തന്നെ ഹോങ്കോങ് ടെക്കും, ഈ ഒരു രണ്ട് മാർക്കറ്റുകൾ ബുള്ളിഷ് ആണെങ്കിൽ ഒരു 70-80% ഇന്ത്യൻ മാർക്കറ്റിൽ ടെക് കമ്പനീസ്, അതായത് ഇൻഫോസിസ് അല്ലെങ്കിൽ HCL ടെക്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, TCS, അങ്ങനെയുള്ള കമ്പനീസൊക്കെ, വിപ്രോ, ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ ബുള്ളിഷ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നേരെ തിരിച്ചും ബെയറിഷ് ആണ്. ഹോങ്കോങ് ടെക്കും US ടെക്കൊക്കെ ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊരു ബെയറിഷ് മാർക്കറ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള IT സെക്ടറുകൾക്ക് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ FTSE എന്ന് പറയുന്നത്, ഈ FTSEയും ജർമ്മനി 40 എന്ന് പറയുന്നത് രണ്ടും യൂറോപ്യൻ മാർക്കറ്റുകളാണ്. FTSE എന്ന് പറയുന്നത് UK ആണ്, UK ലണ്ടൻ എക്സ്ചേഞ്ച് ആണ്. ജർമ്മനി 40 എന്ന് പറയുന്നത് ജർമ്മൻ മാർക്കറ്റ്. ഇത് രണ്ടെണ്ണമാണ് നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മേജറായിട്ട് കൺസിഡർ ചെയ്യേണ്ട രണ്ട് മാർക്കറ്റുകളാണിത്. ഓക്കെ, പിന്നെ ഓസ്ട്രേലിയ ഉണ്ട്. US 500 എന്ന് പറയുമ്പോൾ S&P 500 എന്നായിരിക്കും നമുക്ക് ട്രേഡിംഗ് വ്യൂലൊക്കെ കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ബെയറിഷ് അല്ല, ന്യൂട്രൽ എന്ന് വേണമെങ്കിൽ പറയാം. ബെയറിഷ് ആവാറായിട്ടില്ല, ന്യൂട്രൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ ഗ്രീനിലായിരുന്നു. ഈ വാൾ സ്ട്രീറ്റ് എല്ലാം ഞാൻ ലാസ്റ്റായിട്ട് വാച്ച് ചെയ്ത് 2 days ബാക്ക് ഞാൻ വാച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഇന്ന് സൺഡേ നൈറ്റ് ആണ്, ഫ്രൈഡേ നൈറ്റ് ഞാനിത് വാച്ച് ചെയ്തായിരുന്നു. 300+ ആയിരുന്നു വാൾ സ്ട്രീറ്റ് ഉണ്ടായിരുന്നത്. അത് ക്ലോസിങ് ടൈമിലാണ് -6.1 ആയത്. ഓക്കെ, അപ്പോൾ ഇതിൽ നെഗറ്റീവാണ്, ഫുള്ളും നെഗറ്റീവ് ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റും നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഫുള്ളും പോസിറ്റീവ് ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ്, ഓവറോൾ വേൾഡ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക്, ഓക്കെ, ഒരു എന്താ പറയുക, മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് ഒരു സെൻറ്റിമെൻറ്റ്സ്, നമ്മുടെ മാർക്കറ്റ് എന്ത് സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഐഡിയ, അത്രയേ ഉള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ സമയങ്ങളിൽ, കുറേ സമയങ്ങളിലൊക്കെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടും പോവാറുണ്ട്. ഇപ്പോൾ US മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റെഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ മാർക്കറ്റ് റെഡ് ആവണമെന്നില്ല, നല്ല ബുള്ളിഷ് ആയിട്ട് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇത് കംപ്ലീറ്റ് ഗ്രീന് അല്ലെങ്കിൽ കംപ്ലീറ്റ് റെഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 80-90% ഇന്ത്യൻ മാർക്കറ്റ് അത് കോപ്പി ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഇൻഡെക്സ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത്. അതായത് സിംഗപ്പൂർ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സ്, NRIസിനൊക്കെ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. നമ്മുടെ NSE തന്നെ സിംഗപ്പൂർ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഈ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം ഇത് SGX നിഫ്റ്റി ആയിരുന്നു, പിന്നീട് അത് ഗിഫ്റ്റ് നിഫ്റ്റി ആയതാണ്. എനിക്കത് NSE തന്നെ മാറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത് രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിലും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആവും. ഗിഫ്റ്റ് നിഫ്റ്റി മോർണിംഗ് 6:30 ഓപ്പൺ ആയിട്ട് നൈറ്റ് 11:30 വരെ ഗിഫ്റ്റ് നിഫ്റ്റി റണ്ണിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുൻപ് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഗിഫ്റ്റ് നിഫ്റ്റി, നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് നിഫ്റ്റി എന്ത് സെൻറ്റിമെൻറ്റ്സ് ആണോ കീപ്പ് ചെയ്യുന്നത്, ഒരു 80% സമയങ്ങളിലും നമ്മുടെ നിഫ്റ്റിയും ഇതേ സെൻറ്റിമെൻറ്റ്സ് തന്നെ കോപ്പി ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് സ്റ്റാർട്ടിങ് കേട്ടോ, മാർക്കറ്റിൻ്റെ ഓപ്പണിങ് നമുക്ക് അന്നേ ദിവസത്തെ ആ ഒരു തുടക്കത്തിൻ്റെ
തുടക്കം എങ്ങനെയെന്ന് ഏത് സെന്റിമെന്റ്സ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി. ഓക്കെ, അപ്പോൾ ഇതുകൂടി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ്സ് ഇപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റിൽ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ്സ് വാച്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും എടുത്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മാർക്കറ്റും ഏത് സെന്റിമെന്റ്സ് ആണെന്നുള്ളൊരു കൺഫർമേഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗിഫ്റ്റ് നിഫ്റ്റി എല്ലാം എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉള്ളതാണ്. വാച്ച് ലിസ്റ്റിൽ ഇപ്പോൾ മറ്റ് മാർക്കറ്റുകളൊന്നും ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല. US30യും അതേപോലെ തന്നെ, അതായത് നമ്മുടെ ഡോ ജോൺസ്, പിന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും, ഇത് രണ്ടും മാത്രമേ ഗ്ലോബൽ മാർക്കറ്റ് എന്ന പേരിൽ ഞാൻ 2 ഇൻഡെക്സുകളിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, ബാക്കി മാർക്കറ്റുകളുടെ എല്ലാം എന്താ പറയുക, സെന്റിമെന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈറ്റാണ് ഞാൻ നോക്കാറ്. മേജറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഡോ ജോൺസും അതേപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. ഓക്കെ, അതേപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ടൈം ഉച്ച തിരിഞ്ഞിട്ട്, അതായത് 12:30, അതായത് ഇപ്പോൾ നമുക്ക് അതായത് ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ജനുവരി ടു ഐ തിങ്ക് ഓഗസ്റ്റ് ആണോ സെപ്റ്റംബർ ആണോ ആ ഒരു ടൈം വരെ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 12:30-ക്കാണ്. പിന്നീടുള്ള ഒരു 3-4 മാസം അത് 1:30-ക്കായിരിക്കും ഓപ്പൺ ആവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ആഫ്റ്റർനൂൺ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യൂറോപ്യൻ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അത് നമ്മൾ ആ ഒരു സൈറ്റിൽ പോയിട്ട് ജർമ്മൻ മാർക്കറ്റും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ UK മാർക്കറ്റും, ഇത് രണ്ടും എടുത്ത് നോക്കിയിട്ട് അതിന്റെ ഓപ്പണിംഗ് നോക്കിയാൽ തന്നെ നമുക്ക് ആഫ്റ്റർനൂൺ നമ്മുടെ മാർക്കറ്റ് എന്ത് സെന്റിമെന്റ്സ് കീപ്പ് ചെയ്യാനാണ് ചാൻസ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ, ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് കേട്ടോ. ഇത് കൺഫേം ആയിട്ട് അതേപോലെ തന്നെ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്, ഗെയിം ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഈ ഒരു കാര്യത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കില്ല. നമുക്ക് ഈ ഒരു സൈറ്റിൽ വരികയാണെങ്കിൽ ഇത്രയും മാർക്കറ്റുകൾ, ഇതാണ് നമ്മൾ മേജർ മാർക്കറ്റുകളായിട്ട് കൺസിഡർ ചെയ്യുക. ഇത്രയും മാർക്കറ്റുകൾ നമുക്ക് ഒറ്റ സ്ക്രീനിൽ കിട്ടും. അപ്പോൾ ജസ്റ്റ് രാവിലെ വേണ്ടിയിട്ട് ഒരു മിനിറ്റിൻ്റെ പരിപാടിയല്ലേ ഉള്ളൂ. ജസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് കിട്ടും. എന്നിട്ട് നമുക്ക് നമ്മുടെ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ.